ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരു ടീം നമ്മളോട് ഇതിനൊക്കെ ചോദിച്ചിരുന്നു. ഇത് നമ്മുടെ വീട്ടിലുള്ളതാണ്. അപ്പോൾ ഇതിനെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് നോക്കട്ടെ, വേറൊരാൾ ചോദിച്ചിട്ടുണ്ട്. സത്യത്തിൽ അന്ന് വേറൊരാൾ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് വേറെ കിട്ടിയെന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇതിനെ നമ്മൾ ചോദിച്ച ആൾക്ക് കൊടുക്കാൻ പോണേ. 2 പിള്ളേരാണ് ചോദിച്ചത് കേട്ടോ. അവർക്ക് നമ്മളിന്ന് കൊടുക്കാൻ പോണേ. അവരോട് പറഞ്ഞിട്ടില്ല, അവിടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് പിള്ളേരോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ മിണ്ടാണ്ട് ചെല്ലണേണ്. ഇതിനെ കൊണ്ട് കൊടുക്കാൻ വിഷമമുണ്ട്, എന്തെങ്കിലും കൊടുക്കണമല്ലോ, വേറെ വഴിയില്ല. അപ്പോൾ കൊടുക്കാൻ പോണേന്. അപ്പോൾ കൊടുക്കാൻ പോണത് പൂച്ചേനെ മാത്രമല്ല, വേറെ കുറച്ച് സാധനം കൂടി നമുക്ക് കൊടുക്കാൻ പോണേന്. അത് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ നേരിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഈ പൂച്ചക്കുട്ടിയുടെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്, അത് ഇതിൻ്റെ പുറകെ കാണിക്കാം. ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് പൂച്ചക്ക് ഒരു കട്ടിലുണ്ടാക്കാൻ പോണേ. അപ്പോൾ കട്ടിൽ ബെഡൊക്കെ ഉണ്ട്. ഈ ഒരു ഐഡിയ തോന്നാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. എവിടെ കിടന്നുറങ്ങിയാലും നമ്മൾ ഈ നല്ല സുഖം നോക്കിയേ കിടക്കില്ല. നമ്മൾ ഈ നല്ല സുഖം നോക്കി ബെഡിലൊക്കെ പോയി കിടക്കില്ല, അതുപോലെ ആശാനം പോയി കിടക്കുള്ളൂ. അങ്ങനെ കിടക്കണ കണ്ടപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. എന്തായാലും നമ്മൾ ഇവർക്ക് പൂച്ചനെ കൊടുക്കാൻ പോണേ. എന്നാൽ പൂച്ചയ്ക്ക് കിടക്കാൻ ഒരു കട്ടിലൊക്കെ പണി നമുക്ക് കൊടുക്കാൻ നിർത്തും. അപ്പോൾ കട്ടിലിൻ്റെ പണി ആരംഭിക്കാൻ പോണെയാണ്. നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ പുറകെ വരും. അപ്പോൾ നമ്മുടെ കട്ടിലിൻ്റെ പരിപാടി ഏകദേശം തീർന്നിരിക്കുകയാണ്. കുറച്ച് വലുത് തന്നെ അടിച്ചാണ്, കാരണം പൂച്ച ഇത്തിരി വലുതായാലും അതിൻ്റെ അകത്ത് തന്നെ കിടക്കാമല്ലോ. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ടിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ബ്ലാക്ക് കളറാണ് അടിക്കുന്നത്. ബ്രഷ് കണ്ട് ഞെട്ടരുത്, ചെറുതാണ്, വലുത് കാണുന്നില്ല. പിന്നെ കുറച്ചല്ലേ അടിക്കാനുള്ളതെന്ന് ഓർത്തിട്ട് അതങ്ങനെ എടുത്ത് പൂശാൻ വേണ്ടിയാണ് നമ്മൾ. ഓക്കെ, അതുപോലെ ഉണ്ടല്ലോ, ആശാരിപ്പണിക്കാർ അറിയാൻ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ ഒരു പണി അറിയാത്തൊരു ശിഷ്യനായിട്ട് മാത്രം കാണുക. കാരണം നമുക്ക് പണി അറിയില്ലേ, നമ്മൾ തട്ടിക്കൂട്ട് പരിപാടിയാണ് കേട്ടോ. ഓക്കെ, ഒപ്പം തന്നെ അമ്മയുടെ സ്പെഷ്യൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പൂച്ചക്കുള്ള ബെഡും തലവണയും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അമ്മയുടെ സ്പെഷ്യൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അവിടെ. അപ്പോൾ നമ്മുടെ പുതിയ കട്ടിലിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ട്രയൽ റണ്ണും കഴിഞ്ഞ് ഇതേ ആൾ കിടക്കണ കിടപ്പ് വേണ്ട, എന്ത് സുന്ദരമായിട്ട് കിടക്കണമെന്ന് നോക്കിയാൽ. ഇതാണ് ആശാൻ്റെ പരിപാടി. നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടെന്ന് കരുതുന്നത്. അപ്പോൾ അടുത്തത് നമ്മുടെ ഒരു പൂച്ചക്കുട്ടിയുടെ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇരുതാൻ ഒരു ഷൂസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളതാണ്. കുറച്ച് പണിയെടുക്കേണ്ട വന്നതേ കണ്ടില്ലേ. പക്ഷേ ലാസ്റ്റ് അവനൊന്ന് ഇരുന്ന് തന്നു. എനിക്ക് നല്ലൊരു ഫോട്ടോ കിട്ടി. അത് ഞാൻ ഇതിൻ്റെ പുറകെ ഞാൻ അതിൻ്റെ ഒപ്പം പോസ്റ്റ് ചെയ്തേക്കാം, ഇതിൻ്റെ പുറകെ ഇട്ടേക്കാം കേട്ടോ. ഒരു ഫോട്ടോയും കൂടി നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഇപ്പോൾ തന്നെ ചെറിയ പെട്ടിയിൽ കുറച്ച് ബൈക്കോളൊക്കെ ഇട്ടിട്ട് അതിൽ കിടത്തിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കളിപ്പാട്ടം എൻ്റെ കയ്യിൽ വേണമെന്ന് നോക്കി. പെട്ടെന്ന് എൻ്റെ കയ്യിൽ കിട്ടിയത് ഒരു സ്കൈ വോഡ്ക്കയുടെ ഒരു സാമ്പിൾ കുപ്പിയാണ്. എംറ്റി ബോട്ടിലാണ് കേട്ടോ പണ്ടത്തെ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം നിറച്ച് നേരെ അങ്ങോട്ട് വെച്ച് കൊടുത്ത്. അപ്പോൾ അതിൻ്റെ ഔട്ടും കൂടി ഞാൻ ഈ വീഡിയോടൊപ്പം തന്നെയാണ് അതും കൂടി ഇട്ടേക്കാം. അപ്പോൾ അതും കൂടി കണ്ടു നോക്കുക. അപ്പോൾ ഈ 2 ഫോട്ടോസും നമ്മൾ ഫ്രെയിം ചെയ്ത് മറ്റേ അവർക്ക് പൂച്ചക്കുട്ടിനെ കൊടുക്കണം, അതിൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട് നമ്മൾ. തള്ള വന്നിട്ട് നിർത്തിക്കോളാൻ പറയാനുണ്ട്, കുറേ നേരമായില്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ പണി തുടങ്ങാൻ പോണേന്ന്. വിളിക്കട്ടെ കേട്ടോ, എന്താണ് അവസ്ഥ നോക്കട്ടെ. അപ്പോൾ നമ്മുടെ പിള്ളേരകത്തുണ്ട് അക്ഷരയും ആര്യയുമാണ്. അക്ഷരയും ആര്യനുമാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. 2 പേരകത്തുണ്ട്. നമ്മൾ വിളിക്കാൻ പോണേ കേട്ടോ. വിളിച്ചിട്ട് എന്താണ് അവസ്ഥയെന്ന് നോക്കട്ടെ കേട്ടോ. ഞാനാണ് ഹായ്, എന്തുണ്ട്? പൂച്ച? എവിടെ പൂച്ച? എവിടാ? മേളിൽ പൂച്ച പ്രസവിച്ചു. ഓ, പട്ടീനെ കിട്ടിയത്? അയ്യോ, ഞാനപ്പോ കൊടുത്തു വിട്ടായിരുന്നല്ലോ അച്ഛനേല്. കിട്ടിയില്ലേ? നേരെ പൂച്ച ഉണ്ടെന്ന് പറഞ്ഞ മേളില് പൂച്ചയില്ലേ? ആ പൂച്ചക്ക് കൊണ്ടുവന്ന കട്ടിലാണ് പൂച്ചക്ക് കിടക്കാൻ. പിടിച്ചോ, എടി നിനക്ക് കിടക്കാൻ വേണ്ടി കൊണ്ടുവന്ന കട്ടിലാണ്. ഇന്നലെ തലോണ ഇങ്ങോട്ട് നീ എന്താ വിളിച്ചേക്കണേ? ഇങ്ങോട്ട് മാറി. ഒരു സാധനം എടുത്ത് തരാം. ഒരു സാധനം എടുത്ത് തരാം. കാണിച്ചു ഇതാണ്ടോ അമ്മ കൊടുക്കാൻ പോണത്. ഇതെങ്ങനെയുണ്ടോ നോക്കിയാ? ഞാനെടുത്ത ഫോട്ടോയാണ്. ഇതിൻ്റെ അകത്ത് ഇതേ നൈസായിട്ട് നമ്മുടെ പരസ്യം കൂടി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ജോർജ് ആൻ്റണി ഫോട്ടോഗ്രാഫി. നല്ല ഫോട്ടോയാണല്ലോ അല്ലേ? ഞാൻ തന്നെ എടുത്ത് ഞാൻ തന്നെ നല്ലതാണെന്ന് പറയുമ്പോൾ നമ്മുടെ പരസ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെയുണ്ട്? ഈ പൂച്ച എങ്ങനെയുണ്ട്? ഇത് ഏത് ഫോട്ടോയാ? ഫോട്ടോ മതി, പൂച്ച വേണ്ട. പൂച്ചനെ വേണ്ട? പൂച്ചനാണ് വേണ്ട, ഫോട്ടോയാണോ?
പൂച്ച. അയ്യോ ഫോട്ടോ വേണ്ടേ അപ്പൊ? ഈ പൂച്ചയല്ല അച്ഛൻ കാണിച്ചു തന്നത്. ഈ പൂച്ച എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അതെന്നാ ഫോട്ടോ ഇങ്ങനൊരു സാധനം തരട്ടെ. എന്ത് വേണമെങ്കിൽ? ഏത് പൂച്ച? വേറെ പൂച്ച? അതെന്റെ പൂച്ചയല്ല. ഇനി നിനക്ക് വേണോ പൂച്ചനെ? ഒരു സാധനം തരട്ടില്ല. ഇങ്ങോട്ട് വാ, രണ്ടുപേരും വാ. അതവിടെ പൂച്ചയുടെ ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ടോ. അതെവിടെ ഇരുന്നേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. പൂച്ചനെ തരട്ടെ, പൂച്ചനെ തരട്ടെ. അയ്യോ, നമ്മ പോക്കറ്റിലിട്ട് കൊണ്ടുവന്നാണല്ലോ. എന്ത്? അയ്യോടാ പറ്റിച്ചേ. ഇനി ശരിക്കും തരട്ടെ, ശരിക്കും തരട്ടെ. നൈജിലേ, നൈജൽ വാടാ. കണ്ണട 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 എന്താന്ന് അറിഞ്ഞു വിടുന്നത് നമുക്ക് നോക്കാം. കണ്ണടച്ചു. നീ കണ്ണടച്ചിട്ടില്ലല്ലേ നീ? നൈജിലേ ആടാ, കണ്ണു നോക്കാൻ പാടില്ലട്ടാ. മാന്ത് ചിലപ്പോ എന്നാ മാന്ത്. ഇഷ്ടപ്പെട്ടാ? തൊട്ടോ പിടിച്ചോ 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 പിടിച്ചോ. അയ്യോ അയ്യോ, കൊട്ട എനിക്ക് തിരിച്ചു തന്നെ കേട്ടാ. എനിക്ക് ഓണത്തിന്റെ ഷൂട്ടുള്ളതാണ് വേറെ കേട്ടാ. അല്ലേ, കൊട്ട നമ്മൾ തിരിച്ചു കിട്ടുമോ? നമുക്ക് ഓണത്തിന്റെ ഷൂട്ടുണ്ട്. നീ ആ പൂച്ചേനെ അവിടെ വെച്ചിട്ട് കൊട്ട എനിക്ക് അത് വേറെ പൂച്ച, ഇത് വേറെ പൂച്ച. അതിനെ കാണിച്ചിട്ട് എടുത്തോണ്ട് പോകും. ഇതിനെടുത്തോണ്ട് പോകും. അത് പിന്നെ കാണിക്കാൻ നമുക്ക്. പൂച്ചക്ക് തീറ്റ ഉണ്ടോ കൊടുക്കാൻ? പൂച്ചയുടെ പേര് പൂച്ച. അതെ അത് കഴിക്കും. പൂച്ചക്ക് തൽക്കാലം നമുക്ക് പാലും ബിസ്ക്കറ്റും കൊടുക്കാം. കവറോടെ വെച്ചേ. എന്താണ്? താഴെ വെച്ചോട്ടെ. അപ്പൊ നമ്മുടെ പൂച്ചനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒപ്പം ഇന്ന് നൈജിലുണ്ട്. ഒന്ന് വേണമെങ്കിൽ ഫേസ് കാണിച്ചു, എന്നിട്ട് അപ്പൊ തന്നെ അടച്ചു കേട്ടോ. പിന്നെ അക്ഷര ആര്യൻ അല്ലേ? പിന്നെ തവമി ചേച്ചി ഉണ്ട്. തവമി ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് ഓട്ടത്തിലാണ്, ഇവിടെ ഇല്ലാതെ. ഞങ്ങൾ എല്ലാവരും കൂടി ഉള്ള ടൈമിലായിരുന്നു നമുക്ക് കൊടുക്കാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ രതീഷേട്ടൻ പുറത്തായിട്ട് കണ്ട. അതേ നമ്മുടെ പൂച്ച നടന്നൊക്കെ കണ്ട, സുഖമായിട്ട് കിടക്കണണ്ട. നീ ഇങ്ങനെ കിടക്കുവോ? കണ്ടോ കാട്ടിലേക്ക് കിടക്കണ കണ്ടോ? അയ്യോ, ആള് സുഖം പിടിച്ച് കിടക്കണ മാത്രമല്ല കേട്ടോ, തള്ളയുടെ അടുത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നൊരു വിഷമവും കൂടെ ഉണ്ട്. ആവശ്യക്കാരുടെ അടുത്ത് പൊക്കയും മറക്കുകയും ചെയ്യരുത് കേട്ടോ. കേട്ടോ, പതുക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ ഓക്കെ അല്ലേ? ഇനി വേണ്ട, ഇപ്പൊ അതാണ് ഫ്ലൈങ് കിസ് മതി. ഇപ്പൊ കൊറോണയൊക്കെ ചെയ്തേ. ഓക്കെ, ഇനി പേര് ചെയ്യുമ്പോ എന്നോട് പറയണം. അത് പിന്നെ പിന്നെ അച്ഛൻ വന്നിട്ട് ആലോചിച്ചിട്ട് മതി. നല്ല പൂച്ച, നല്ല നല്ല മിട്ടു കുഴപ്പമില്ല. പെൺപൂച്ചയാണ് മിട്ടുപൂച്ച അല്ലെ? അത് ഞാൻ കൊണ്ടുപോകണേ. എനിക്ക് വേറെ പരിപാടി ഉണ്ട്. അത് വെച്ച് ഓണം അല്ലേ? അപ്പൊ ഓക്കെ ബൈ. മര്യാദ നോക്കിക്കോളാം. ഓക്കെ, ഭക്ഷണം എടുത്ത് പൊക്കിയാ പോരെ. നീ അതിനെ മാതാണ്ടിരുന്നാ മതി കേട്ടോ. അത് നിന്നെ മാതില്ല. അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. താങ്ക്സ്. അവിടെ നോക്കി പറഞ്ഞു, അവിടെ പറഞ്ഞു. എല്ലാവർക്കും ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. കൊടുത്തോ? എല്ലാവർക്കും ഫ്ലൈങ് കിസ് കണ്ടിട്ടുണ്ട് കേട്ടോ. മതി മതി മതി. അപ്പൊ അതെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതേപോലെ തന്നെ സർപ്രൈസ് ഗിഫ്റ്റ്സ് ഒക്കെ കുറെ കൊടുക്കണ നമ്മുടെ വീഡിയോസ് ഇനിയും വരും. ഇതിപ്പോ പെട്ടെന്ന് തോന്നിയൊരു പ്ലാനാണ്. പിന്നെ ഇത് അതെ ഓഗസ്റ്റ് 15th ആണ് അല്ലെ? കുഞ്ഞുങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അതെ, സർപ്രൈസ് ആണ് ഷിനോ ജംഗിളിനും ഷിനോ ജംഗിളിന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഓൾ ഓഫ് താങ്ക്സ്. ഞങ്ങളുടെ ഫാമിലിയുടെ ജോജോനും ഉണ്ട്. ജോജോ അവിടെ ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോജോനെ നമുക്ക് കാണിക്കാം ഇപ്പൊ തന്നെ. ഇത് കഴിയുമ്പോ കാണിക്കുന്നതാണ്. അപ്പൊ ഓക്കെ, ഞങ്ങൾ പോകുന്നു. താഴെ എടുത്ത് വെച്ചോ, ചാടും. എന്താണ് നീ തലക്കൈയും കൊടുത്തിരിക്കുന്നത്? നീ അറിഞ്ഞില്ലേ പൂച്ചയുടെ കൂടുതൽ? ഞാൻ ആലോചിക്കണായിരുന്നു. അത് പെമ്പൂച്ച ആയതുകൊണ്ട് നമ്മ കട്ടില്, ബെഡ്, തലവണ എന്തിനും പാലും ബിസ്ക്കറ്റും വരെയും കൊടുത്തു.
ഇല്ലേ? ശരിയല്ലേ? നീ ഉണ്ടായില്ലേ? അപ്പം ഞാൻ ചോദിക്കണത് ഈ പെണ്ണുങ്ങളെ കെട്ടിച്ചു വരുന്നവരുടെ അപ്പന്മാരെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? പിന്നെ സ്ത്രീധനം കൊടുക്കണമെന്നില്ല പൂച്ച ചെയ്തുകൊണ്ട്. എടാ ഞാൻ അത് ആലോചിച്ചിരുന്നു വരാം. എന്താ അവസ്ഥയാണല്ലേ നാട്ടിൽ നടക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീഡിയോ അവസാനിച്ചു കേട്ടാ അല്ലേ? അവസാനിച്ചില്ലേ? സത്യമായിട്ട് കാര്യമായിട്ട് കേട്ടാ, ഇത് കാര്യമായിട്ടാണ് അവസാനിച്ച്. തീർച്ചയായിട്ടും അവസാനിച്ചു. നേരത്തെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ജോജുവായിരുന്നു. പിന്നെ മറ്റേ ക്യാമറമാനെ കണ്ടല്ലോ, അവനാണിപ്പോൾ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പൂച്ചേനെ കൊണ്ട് വന്നില്ലേ നൈജിൽ. അപ്പോൾ ജോജോ ഉണ്ടായി, നൈജിലുണ്ടായി, ഞാനുണ്ടായിരുന്നു. എന്നാൽ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോയപ്പോൾ ജോജോ അഭിനയിച്ചത് മതി, നിർത്തിക്കോ അടി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതുപോലുള്ള നല്ല രസകരമായ വീഡിയോസുമായി അടുത്ത പ്രാവശ്യം വരുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.